BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വ്യാജമായി നിർമ്മിച്ച വർക്ക് വിസയിൽ ബഹ്റൈൻ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആളുകളെ കടത്തുന്ന സംഘം ഇന്ത്യയിൽ പിടിയിലായി. അടുത്തിടെ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് വ്യാജ വിസയിലെത്തിയ ഇന്ത്യക്കാരൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ പിടിയിലായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തെ വലയിലാക്കാൻ സാധിച്ചത്. പഞ്ചാബ് സ്വദേശിയുടെ തൊഴിൽ വിസ വ്യാജമാണെന്ന് ഇമിഗ്രേഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് അയാളെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നാട്ടുകാരായ ചിലരാണ് വിസ ഏർപ്പാടാക്കിയതെന്നും അയാൾ സമ്മതിച്ചു. 1,25,000 രൂപ ഇതിനായി ഏജന്റിന് നൽകി. തന്റെ ഗ്രാമക്കാരൻ തന്നെയായ ഏജന്റിന്റെ വിശദാംശങ്ങളും അദ്ദേഹം കൈമാറി. പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിന്ന് ഏജന്റിനെയും അയാളുടെ കൂട്ടാളികളെയും പിടികൂടി. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ആളുകളെ കബളിപ്പിക്കാൻ ഏജന്റുമായി സഹകരിച്ചതായും കൂട്ടാളി സമ്മതിച്ചു. ഇയാൾ 2018 ബഹ്റൈൻ സന്ദർശിച്ചിരുന്നതായും വ്യക്തമായി. 350 ദിനാറാണ് ഒരാൾക്ക് വ്യാജ വിസ ശരിയാക്കി നൽകാനായി ഇയാൾ ഏജന്റിൽ നിന്ന് വാങ്ങിയിരുന്നത്. മയക്കുമരുന്ന് വിപണനത്തിനെതിരായ ഊർജിത നടപടികളുടെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റ് നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ 4 ഏഷ്യക്കാർ പിടിയിലായി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്റ്റിംഗ് ഓപ്പറേഷൻ. ഇതേ തുടർന്ന് മയക്കുമരുന്ന് ഇടപാടുകാരനുമായി ബന്ധം സ്ഥാപിക്കാൻ വിവരം നൽകിയ ആളോട് പോലീസ് നിർദ്ദേശിച്ചു. 35 വയസ്സുള്ള തൊഴിലാളികളായിരുന്നു ഇടപാടുകാരൻ. 30 ദിനാറിന് ഹെറോയിൻ ലഭിക്കുമെന്നും അയാൾ പറഞ്ഞതനുസരിച്ച് വാങ്ങാമെന്ന പോലീസിന്റെ നിർദ്ദേശപ്രകാരം സമ്മതിക്കുകയും ഒരു സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറയുകയും ചെയ്തു. രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ വിവരദാതാവ് ഇടപാടുകാരനെ കണ്ട് തുക കൈമാറിയപ്പോൾ ഇടപാടുകാരൻ 2ാം പ്രതിയായ 24-കാരനെയും 3ാം പ്രതി 26-കാരനെയും കൂട്ടി മടങ്ങിയെത്തി. 2ാം പ്രതി ഹെറോയിൻ വിവരദാതാവിന് കൈമാറി. ഉടൻ തന്നെ പ്രതികളെ പോലീസ് പിടികൂടി. പണവും മയക്കുമരുന്നും ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് 3ാം പ്രതിയുടെ വസതി പരിശോധിച്ചു. 4ാം പ്രതിയായ സ്ത്രീയെ അവിടെ മയക്കുമരുന്ന് ഉപയോഗിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെത്തി അവരെ പിടികൂടി. ഈ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ മയക്കുമരുന്ന് വിറ്റ് കിട്ടിയ പ്രാദേശിക വിദേശ കറൻസികളും മെഡിക്കൽ സിറിഞ്ചുകളും കണ്ടെടുത്തു. 4 പ്രതികളും ഒരു സംഘത്തിന്റെ ഭാഗമാണെന്നും വ്യക്തമായി. പ്രതികളുടെ ഫോൺ സംഭാഷണം പരിശോധിച്ചപ്പോൾ മയക്കുമരുന്ന് വിൽപ്പന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. കേസ് ഈ മാസം 27-ന് ഹൈ ക്രിമിനൽ കോടതി പരിഗണിക്കും. ഒറ്റപ്പാലം പാലാട്ട് റോഡിൽ രവിപ്രഭ വീട്ടിൽ രവീന്ദ്രൻ നായർ നിര്യാതനായി. സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച രാവിലെ നടക്കും. ദീർഘകാലം പ്രവാസിയായിരുന്ന രവീന്ദ്രൻ സൗദി അറേബ്യയിൽ 36 വർഷം ഓട്ടിസ് എലിവേറ്റർ കമ്പനിയിൽ ഓപ്പറേഷൻസ് മാനേജറായിരുന്നു. പിന്നീട് ബഹ്റൈനിലെ മനാമയിൽ സ്വന്തമായി ലിഫ്റ്റ് സർവീസസ് സ്ഥാപനം നടത്തിയിരുന്നു. ഭാര്യ ശോഭ, മക്കൾ തരുൺ, വരുൺ, മോഹിനി. ദീർഘകാലം ബഹ്റൈൻ പ്രവാസിയും മാറ്റ് ബഹ്റൈൻ ഭാരവാഹിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന തൃശൂർ ഗുരുവായൂർ സ്വദേശി അബ്ദുൾ റഷീദിന്റെ നിര്യാണത്തിൽ മാറ്റ് ബഹ്റൈൻ അനുശോചിച്ചു. പൊതുസമൂഹത്തിലെ പാവങ്ങളെയും സഹജീവികളെയും സഹായിക്കുന്നതിൽ ഉത്സാഹം കാണിച്ചിരുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു പരീദനെന്ന് മാറ്റ് ബഹ്റൈൻ ഭാരവാഹികൾ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം 8-ന് ഉമ്മുൽ ഹസൻ മദ്രസയിലാണ് അനുശോചന യോഗം നടന്നത്. ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി കൊഴിയുമ്പോൾ ഉപയോഗിക്കാനായി വിഗുണ്ടാക്കാൻ ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ തങ്ങളുടെ മുടി ദാനം ചെയ്ത് ഇരട്ട സഹോദരിമാരും അവരുടെ അമ്മയും മാതൃകയായി. കോഴിക്കോട് ചേവായൂർ സ്വദേശി KM അഭിലാഷിന്റെ ഭാര്യയും ഇന്ത്യൻ സ്കൂൾ റിഫ ക്യാമ്പസ് അധ്യാപികയുമായ രേഷ്മ അഭിലാഷ്, മക്കൾ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനികളായ വൈഗ അഭിലാഷ്, വേദ അഭിലാഷ് എന്നിവർ ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മാനേജർ അഹമ്മദ് അലിക്ക് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിയിൽ വെച്ച് മുടി കൈമാറി. ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി KT സലീമും സന്നിഹിതരായിരുന്നു. ചുരുങ്ങിയത് 21 സെന്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താൽപ്പര്യമുള്ളവർ ക്യാൻസർ കെയർ ഗ്രൂപ്പിനെ 33750999 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തികച്ചും സൗജന്യമായാണ് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി കുട്ടികൾ അടക്കമുള്ള ക്യാൻസർ രോഗികൾക്ക് വിഗ് നൽകി വരുന്നത്.
അടുത്ത ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ദേശീയ ടീമിനെ ബഹ്റൈൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചു. ക്രൊയേഷ്യക്കാരനായ കോച്ച് ഡ്രാഗൻ തലാജിക്കാണ് ടീമിനെ തെരഞ്ഞെടുത്തത്. 3 ഗോൾ കീപ്പർമാരും 24 ഔട്ട്ഫീൽഡ് കളിക്കാരും ഉൾപ്പെടെ 27 അംഗ ടീമിനെയാണ് തെരഞ്ഞെടുത്തത്. യോഗ്യതാ റൗണ്ടിൽ ഗ്രൂപ്പ് സിയിലാണ് ബഹ്റൈൻ. 1-2 റൗണ്ടുകൾ ഓസ്ട്രേലിയയിലും ജപ്പാനിലും നടക്കും. ശക്തരായ എതിരാളികളെ നേരിടാൻ ടീം തയ്യാറാണെന്നും അധികൃതർ പറഞ്ഞു. രാജ്യത്തെ ഫുട്ബോൾ ആരാധകർ ആവേശത്തോടെയാണ് ടീമിനെ പ്രകടനത്തിനായി കാത്തിരിക്കുന്നത്. ഇത്തവണ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ടീമിന് കഴിയുമെന്നാണ് കായിക ലോകത്തിന്റെ പ്രതീക്ഷ. ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരള ഘടകം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള അനുശോചന പ്രമേയത്തിൽ കരടിൽ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ പേര് ഉൾപ്പെട്ടതിനെ ചൊല്ലി ഉയർന്ന വിവാദത്തെ തുടർന്ന് 13 ഭാരവാഹികൾക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചു. ഇതേ തുടർന്ന് യൂണിയന്റെ മാതൃസംഘടനയായ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ആഗസ്റ്റ് 28 ആഹ്വാനം ചെയ്ത പണിമുടക്ക് പിൻവലിച്ചു. അസോസിയേഷനും യൂണിയനും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ, ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് എന്നിവയുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. സംസ്ഥാന ഭൂവിനിയോഗ നയം നടപ്പാക്കൽ, വയനാട് ദുരന്തത്തെ തുടർന്നുള്ള സ്ഥിതി നേരിടാൻ എക്സ്ഗ്രേഷ്യ ഫണ്ട് അനുവദിക്കൽ, പരിസ്ഥിതി ദുരിതാശ്വാസ ഫണ്ട് രൂപവൽക്കരിക്കൽ എന്നിവ സംബന്ധിച്ച് ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് തേടി. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി സമർപ്പിച്ച റിപ്പോർട്ടുകൾ പരിശോധിച്ചാണ് ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ആഗസ്റ്റ് 30 നിലപാട് അറിയിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹർജി അന്ന് വീണ്ടും പരിഗണിക്കും. രാജ്യത്തിനാകെ മാതൃകയാവുന്ന വിധത്തിൽ സ്വാഭാവിക രൂപത്തിൽ തന്നെ ഭൂമിയെ പുനർവിന്യസിക്കാൻ ഉതകുന്ന ഭൂവിനിയോഗ നയത്തിന് രൂപം നൽകണമെന്നും പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കരട് തയ്യാറായെങ്കിലും അത്തരമൊരു നയം കൊണ്ടുവരാൻ നടപടിയെടുത്തില്ലെന്നാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. കേന്ദ്ര സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടുകളിൽ നിന്നുള്ള തുക വയനാട്ടിലെ പുനരധിവാസം അടക്കം ഒന്നിനും മതിയാവാത്ത സാഹചര്യത്തിൽ എക്സ്ഗ്രേഷ്യ ഫണ്ട് അനുവദിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് മറ്റൊരു റിപ്പോർട്ട്. പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര ദുരിതബാധിതർക്ക് സഹായം ലഭ്യമാക്കാൻ എൻവയോൺമെന്റ് റിലീഫ് ഫണ്ട് രൂപീകരിച്ച് വിജ്ഞാപനമിറക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെടുന്നതാണ് മൂന്നാമത്തെ റിപ്പോർട്ട്. മലയാള സിനിമാ മേഖലയിൽ സമഗ്ര വനിതാ നയം ഉണ്ടാക്കിയെടുക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുള്ളതായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി. മറ്റ് ഭാഷകളിലെ സിനിമാ ലോകം ഇക്കാര്യത്തിൽ നമ്മളെ ഉറ്റുനോക്കുകയാണ്. വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച സംസ്ഥാന സെമിനാർ തൊഴിലിടത്തിലെ സ്ത്രീ കോഴിക്കോട് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അധ്യക്ഷ. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതി വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തിട്ടുണ്ട്. ഒരു സമഗ്ര വനിതാ നയം നമ്മുടെ സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും സതീദേവി പറഞ്ഞു. 28 വർഷമായി വിവിധ മേഖലകളിലുള്ള സ്ത്രീകളുടെ തുല്യ പദവിക്ക് വേണ്ടിയും ശാക്തീകരണത്തിന് വേണ്ടിയും പ്രവർത്തിച്ചു വരികയാണ്. 28 വർഷം മുൻപുണ്ടായിരുന്ന സ്ത്രീയുടെ പദവി ഇന്നുള്ള പദവിയോട് താരതമ്യപ്പെടുത്തിയാൽ ഈ മാറ്റം മനസ്സിലാകും. ആ പരിശോധന നടത്തേണ്ട സാഹചര്യത്തിലാണ് നാം ഇന്നുള്ളത്. സിനിമ എന്ന കലയുടെ ഉള്ളടക്കത്തെ സ്ത്രീ വിരുദ്ധത കീഴ്പ്പെടുത്തുന്നുണ്ടോ എന്ന ചർച്ചകൾ ഉയരുന്നു. പ്രശസ്ത നടി അതിക്രൂരമായ അതിക്രമത്തിനിരയായപ്പോൾ അതിന് പിന്നിൽ പ്രമുഖരുണ്ടെന്ന് വാർത്ത വന്നപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉടനടി അന്വേഷണം നടത്തി. പ്രമുഖ നടൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായി. ആ ഘട്ടത്തിലാണ് ചില കലാകാരികൾ നിർഭയം മുന്നോട്ട് വന്ന വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിക്കുന്നത്. സിനിമ എന്ന തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്ന കളക്റ്റീവിന്റെ ആവശ്യത്തിന്മേലാണ് സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയെ വെച്ചത് എന്നും സതീദേവി ചൂണ്ടിക്കാട്ടി. സിനിമാ മേഖലയിൽ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കാൻ മുൻകൈയെടുത്തത് സാംസ്കാരിക വകുപ്പാണ്. പക്ഷേ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളും ചേർന്ന് IC നടപ്പാക്കാൻ പറ്റില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നീട് തുടർ യോഗങ്ങൾക്ക് ശേഷം സിനിമാ മേഖലയിൽ IC നടപ്പാക്കി. സിനിമയുടെ പൂജാവേളയിൽ തന്നെ IC രൂപീകരിച്ചിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ പറ്റില്ല എന്നായിരുന്നു കമ്മീഷൻ മുന്നോട്ട് വെച്ച നിലപാടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ 2 പേർക്ക് നിപ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ. പരിയാരം മെഡിക്കൽ കോളേജിലാണ് 2 പേർ ചികിത്സയിലുള്ളത്. ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബിലേക്ക് അയക്കും. ഇതിന്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ രോഗം സ്ഥിരീകരിക്കാനാവൂ. മട്ടന്നൂർ സ്വദേശികളായ അച്ഛനും മകനുമാണ് നിപ രോഗലക്ഷണങ്ങളുടെ ചികിത്സയിൽ തുടരുന്നത്. നേരത്തെ കഴിഞ്ഞ മാസം മലപ്പുറത്ത് 14-കാരന് നിപ സ്ഥിരീകരിക്കുകയും ചികിത്സയിലിരിക്കെ കുട്ടി മരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തെ നിപ മുക്തമായി പ്രഖ്യാപിച്ചത്. ഡബിൾ ഇൻക്യുബേഷൻ പീരീഡായ 42 ദിവസം കഴിഞ്ഞതിനാൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 472 പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഡബിൾ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞെങ്കിലും ജാഗ്രത തുടരണമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു.
ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.